ഞാനിപ്പോൾ നിൽക്കുന്നത് പുനലൂരാണ്. ഗൂഗിൾ എന്ന ഈ 9ാം ക്ലാസ്സുകാരനെ തിരക്കി വന്നതാണ്. ഗൂഗിൾ, ഞാൻ പറയുന്നതൊക്കെ കേൾക്കാവോ? കേൾക്കാൻ പറ്റുന്നുണ്ട്. അപ്പം ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയാം. ഗൂഗിൾ നല്ല കഴിവുള്ള പയ്യനാണ്. പക്ഷേ ഗൂഗിളിന് ചെവിക്കൊരു ചെറിയ പ്രശ്നമുണ്ട് അല്ലേ? അപ്പോൾ ഗൂഗിളിൻ്റെ കുറേ കഴിവുകൾ ഞാൻ വീഡിയോയിൽ കൂടി നിങ്ങളിലെത്തിക്കുകയാണ്. അപ്പോൾ ഗൂഗിളിനെ മാക്സിമം സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പം ഗൂഗിളെ, എന്താണ് ഗൂഗിളിൻ്റെ കഴിവുകളെന്ന് പറയാമോ? എനിക്ക് എങ്ങനെ വരയ്ക്കാനും പിന്നെ സപ്പോർട്ട് ചെയ്തതിന് അച്ഛനും അമ്മയാണ്. ഗൂഗിൾ നല്ല രീതിയിൽ വരയ്ക്കും. ആ നല്ല രീതിയിൽ വരയ്ക്കുന്ന ആ വര കണ്ടിട്ടാണ് ഞാനിവിടെ ഗൂഗിളിനെ തേടി ഇവിടെ എത്തിയിരിക്കുന്നത്. പറ. പിന്നെ ഞാൻ എപ്പോഴും ഈ ചേട്ടൻ്റെ വീഡിയോസൊക്കെ കാണാറുണ്ട്. അപ്പോൾ ഇത് ചേട്ടനെ വരയ്ക്കണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം വരയ്ക്കുകയും ചേട്ടന് അയച്ചു കൊടുക്കുക. അങ്ങനെ ഇത് എനിക്ക് വരാമെന്നൊക്കെ പറഞ്ഞു. എപ്പോഴാണ് വരാമെന്നൊന്നും പറഞ്ഞില്ലായിരുന്നു. അങ്ങനെ സർപ്രൈസ് ആയിട്ട് തന്നെ എനിക്ക് സർപ്രൈസ് ആക്കുകയും ചെയ്ത് ഭയങ്കര ഇഷ്ടമായി. ഗൂഗിൾ എൻ്റെ ഇൻസ്റ്റയിലെ വീഡിയോസൊക്കെ കാണുമായിരുന്നു. അപ്പം കണ്ടതിന് ശേഷമാണ് ഗൂഗിൾ എൻ്റെ കുറേ പടങ്ങൾ വരച്ച് വെച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതുവരെ എന്നെ കാണിച്ചിട്ടൊന്നുമില്ല. അപ്പം ഞാനതൊന്ന് കാണാനായിട്ട് പോവാണ്. പിന്നെ ഗൂഗിളിൻ്റെ കഴിവുകൾ ഞാൻ വീഡിയോയിൽ കൂടി നിങ്ങളിലെത്തിക്കുകയാണ്. അപ്പം മാക്സിമം നിങ്ങൾ ഏറ്റെടുക്കണം. ഗൂഗിൾ എന്ന ഈ ചെറുപ്പക്കാരനെ നിങ്ങൾ ഇന്ന് വൈറലാക്കിയത് കേട്ടോ. അത്രയ്ക്ക് രീതിയിലുള്ള കഴിവുകളാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പം ഗൂഗിൾ തന്നെ 2-3 ബുക്ക് എൻ്റെ കൊണ്ട് തന്നിട്ടുണ്ട്. ഗൂഗിളേ, ഈ ഒരു ഫോട്ടോ ആരാണെന്ന് മനസ്സിലായവർ കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. ഇതാരാണെന്ന് മനസ്സിലായവർ കമൻറ്റ് ചെയ്തേക്കണം. അടുത്ത വരച്ച എൻ്റെ സ്കൂളാണ്. ആ സ്കൂളും ആ ഒരു പ്രദേശമൊക്കെ ആയിട്ട്. എൻ്റെ സ്കൂളാണ് TSHS ബോയ്സ് സ്കൂളാണ്. അപ്പം ഞാൻ ഗ്രൗണ്ടിൽ പോയപ്പോൾ ഒന്ന് വരച്ച പടമാണ്. അടുത്തത് കാണേരെ. ഇത് മേശപ്പുറത്തിരുന്നൊരു ബോട്ടിൽ ഞാൻ വേറെ വരച്ചായിരുന്നു. ഗൂഗിൾ അങ്ങനെ ആരും പറഞ്ഞാലൊന്നും വരയ്ക്കത്തൊന്നുമില്ല. പുള്ളിക്ക് തോന്നിയാൽ മാത്രമേ അദ്ദേഹം വരയ്ക്കത്തുള്ളൂ കേട്ടോ. പിന്നെ വരച്ചിരിക്കുന്ന ചേട്ടനെ ഇതെണ്ട, അത് വരച്ചിരിക്കുന്നത് എന്നെയാണ് കേട്ടോ. പിന്നെ റൊണാൾഡോ. ഇതുണ്ടോ, കാൽപന്തിൻ്റെ രാജാവിൻ്റെ ഫോട്ടോ ഗൂഗിൾ വരച്ചേക്കുന്നുണ്ട. ഇതിൽ കൂടുതൽ എന്തോ വേണം? പിന്നെ നെയ്മറിൻ്റെ ഒരു സ്കില്ല് കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫോട്ടോ. അതായത് 2ാമത്തെ ഇതിഹാസ താരം നെയ്മർ. അടുത്തത് പറട്ടെ. അടുത്ത വരച്ചതും ചേട്ടൻ്റെ തന്നെ. ഇതും ഞാൻ തന്നെയാണ്. അടുത്ത് എൻ്റെ ഒരു ഫോട്ടോ ഇവിടെ വരച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ 3 ഫോട്ടോ വരച്ചിട്ടുണ്ടല്ലേ? 3 ഫോട്ടോ ഗൂഗിൾ വരച്ചിട്ടുണ്ട്. താങ്ക് യു ഗൂഗിൾ. ഇതിനകത്ത് ഇതൊക്കെ എന്താ ഇതോടൊക്കെ ഒന്ന് കാണിച്ച്. ഇത് വെറുതെ ഒന്ന് യൂട്യൂബ് നോക്കി പോയപ്പോൾ കണ്ടൊരു ഫോട്ടോയാണ്. അപ്പോൾ വരയ്ക്കണമെന്ന് തോന്നി, അങ്ങനെയാണ് വരച്ചു നോക്കിയത്. ഇത് സാധാരണ ഇങ്ങനത്തെ ചെയ്യുന്നത് ഗ്ലാസ്സിലാണ്. പക്ഷേ എൻ്റെ ഗ്ലാസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെ വരുന്ന ഒരു ഫോം ഷീറ്റ് പീസിലാണ് വരച്ചേക്കുന്നത്. അതുകൊണ്ടൊരു KSRTC ആണ് വേനാടിൻ്റെ. അപ്പോൾ ഈ വണ്ടികളോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. വണ്ടികളോട് ഭയങ്കര താല്പര്യം അല്ലേ? കുറെ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വീട്ടിൽ കൂട്ടുകാരൊക്കെ വരുമ്പോൾ അത് കൊള്ളാടാ, അത് എനിക്ക് തരുമോന്ന് ചോദിക്കും. അപ്പോൾ വേണ്ടെന്ന് പറയാനും പറ്റത്തില്ല. അപ്പോൾ ഞാൻ അവർക്ക് കൊടുക്കും. ഏത് കൂട്ടുകാരൻ്റെ വീട്ടിൽ പോയാലും എൻ്റെ ഒരു പടം അവിടെ കാണുമല്ലേ? ഒരുപാട് കൂട്ടുകാരൊക്കെ ഉണ്ടോ? ഉണ്ട്. ഇതെന്താ സംഭവം? ഇതൊരു മുത്തപ്പൻ്റെ ഒരു ഇത്. മുത്തപ്പനെ വരച്ചേക്കുന്നുണ്ട്. അതുകൊണ്ട് ലോറി ഉണ്ടോ? ഇത് ഫിനിഷ് ചെയ്തിട്ടില്ല കണ്ടോ? ഒരു അയൺമാനെ ചെറുതായിട്ടൊന്ന് പൊട്ടിയായിരുന്നു. താഴെ വീണാണോ? താഴെ വീണല്ല, ഇത് അങ്ങോട്ടൊന്ന് മാറ്റിയപ്പോൾ ഇത് പശപ്പ് പോയതിന്റെ പശ. ഇപ്പുറത്തൊരു ജിപ്സി വരച്ച, പക്ഷെ അത് കറക്റ്റ് ആയില്ല. ജിപ്സി ഫിനിഷ് ചെയ്തില്ലല്ലേ? പിന്നെ ഞാൻ വിചാരിച്ചു ഇപ്പുറത്തെ ഒരു അയൺമാനാവാന്ന്. പിന്നുള്ളതെല്ലാം ലക്ഷറി വണ്ടികളാണ്. അത് ഇതുണ്ട് BMW. ടൊയോട്ട സുപ്ര. ഇത്രയും നല്ല രീതിയിലൊക്കെ പടമൊക്കെ വരച്ചിട്ടും കൂട്ടുകാരുടെ ഭാഗത്തു നിന്നൊക്കെ സപ്പോർട്ടൊക്കെ ഉണ്ടോ? ഉണ്ട്. അവന്മാരെ പറയാനിങ്ങനെ പറ്റില്ല. അവന്മാർ പറയുന്നതെന്ന് വെച്ചാൽ ഇനിയും വരയ്ക്കണം, നിനക്ക് നല്ല കഴിവുണ്ട്, നീ ഇനി അങ്ങോട്ടൊക്കെ പോകണം. ടീച്ചർമാരൊക്കെ വന്നിട്ട് പറയും എൻ്റെയൊക്കെ ഒരു പടം വരയ്ക്കണേന്നൊക്കെ പറയും. പലരുടെയും വരച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ പലരുടെയും വരയ്ക്കുന്നുണ്ട്, ചിലത് ഒക്കത്തില്ല. അപ്പോൾ അവരോട് പറയും അപ്പോൾ വേറെ ഫോട്ടോ അയച്ചു തരുമെന്ന്. അവരയച്ചൊക്കെ തരും. 2-3 ആൾക്കാരെ വരച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കൂട്ടുകാരൻ്റെ ലൈവായിട്ട് വരച്ചു ഒത്തിരി നേരം എടുക്കുമോ? അത് അപ്പോഴത്തേക്ക് ഒരു വരയ്ക്കുന്ന ഒരു ഇതിലിരിക്കുവായിരുന്നു, ഒരു ടച്ചിലിരിക്കുവായിരുന്നു. ടച്ച് ഉണ്ടെങ്കിൽ മാത്രമേ ഗൂഗിൾ വരയ്ക്കത്തുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ വരയ്ക്കത്തില്ല കേട്ടോ. അപ്പോൾ റൈഹാൻ എന്നാണ് അവൻ്റെ പേര്.
പിന്നെ അവർക്കൊക്കെ തന്നെ ഒത്തിരി പടം ഞാൻ വരച്ചു കൊടുത്തിട്ടൊക്കെ ഉണ്ട്. മെസ്സി, റൊണാൾഡോ. മെസ്സി, റൊണാൾഡോ എന്ന് വേണ്ട ഇതിഹാസ താരങ്ങളുടെ താരനിരകളെയാണ് ഗോകുൽ വരച്ചു കൂട്ടുന്നത്. പിന്നെ വേറെന്തൊക്കെയാണ്? പിന്നെ അങ്ങനെ വേറെ ആയിട്ട് അങ്ങനെയൊന്നുമില്ല. പിന്നെ ഇത് കൂടുതലും അച്ഛൻ്റെ അമ്മയെ സപ്പോർട്ടാണ്. പിന്നെ ഇത് ഈ ചെവിയുടെ പ്രശ്നം കാരണം പലരും ഒഴിവാക്കിയിട്ടുണ്ട്. ഇത് പൊട്ടനെന്നും പറഞ്ഞിട്ടും. ഇത് കൂട്ടുകാരാണോ? കൂട്ടുകാരൊക്കെ തന്നെ. ഇപ്പോൾ ഉള്ള എല്ലാം അല്ല, അത് നേരത്തേക്ക് ഉണ്ടായിരുന്നവരൊക്കെ തന്നെ. അപ്പോൾ ഞാൻ ഇങ്ങനെ മിണ്ടുന്നൊന്നും അവർക്ക് അങ്ങനെ ഇഷ്ടമല്ല. ഈ ഒരു ചെവിയുടെ പ്രശ്നം കാരണം, ഈ വലിയ ചെവി എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ വരയ്ക്കാനായിട്ട് മാത്രം എന്നോട് സോപ്പിട്ടൊക്കെ വന്ന് വരച്ചോണ്ടൊക്കെ പോകും. സോപ്പിട്ടൊക്കെ വന്ന് വരച്ചോണ്ട് പോയിട്ട് പിന്നെ കാര്യം കണ്ടു കഴിഞ്ഞ് കഴിയുമ്പോൾ അവന്മാരെ പണി നോക്കിപ്പോ പിന്നെ നമ്മളെ കളിയാക്കും. ഗോകുലിനൊരു ചെറിയ പ്രശ്നമുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. കേൾവിയുടെ പ്രശ്നമുണ്ട്. അതായത് 10ാമത്തെ വയസ്സിലാണ് ഗോകുലിന് ചെവിക്ക് കേൾവിക്കുറവാണ് വീട്ടുകാരൊക്കെ അറിയുന്നതും അച്ഛനും അമ്മയൊക്കെ അറിയുന്നതും. അപ്പോൾ അതിനുശേഷം ഇപ്പോഴത്തെ നിലയിൽ 52% കേൾവി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ഒരു മോനെ, ഇത്രയും കഴിവുള്ളൊരു മോനെ ഇനിയും കളിയാക്കുകയൊന്നും ചെയ്യല്ല. കാരണം അത് ശരിയായ കാര്യമല്ല. കാരണം അവിടെ വിഷമിക്കുന്നുണ്ട്. അങ്ങനെ ഒരു കാര്യം പറഞ്ഞ് മോനെ പൊട്ടനോ അല്ലേ അങ്ങനെയൊക്കെ വിളിച്ച് ഒരുപാട് ആക്ഷേപിക്കുന്നുണ്ട്. ഇനി അത് ദൈവത്തെ ഓർത്ത് ചെയ്യരുത്. ഇദ്ദേഹം വളർന്നു വരുന്ന ഭയങ്കര ഒരു കലാകാരനായിട്ട് മാറും. ലോകം ഇദ്ദേഹത്തെ തിരിച്ചറിയും, ഇദ്ദേഹത്തിൻ്റെ കഴിവുകൾ തിരിച്ചറിയും. നിങ്ങൾക്ക് ഈ ഫോട്ടോയിൽ തന്നെ നോക്കിയാൽ മനസ്സിലാകും ഈ മോൻ്റെ കഴിവെന്താണ്. അപ്പോൾ ഗോകുലിനെ ഇനി ആരും കളിയാക്കരുതെന്ന് ദയവായിട്ട് അറിയിക്കുകയാണ്. സപ്പോർട്ടൊക്കെ അച്ഛനും അമ്മയല്ലേ? അച്ഛനും അമ്മ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഈ മോനെ ഇനിയും കളിയാക്കരുത്. നിങ്ങളുടെ സപ്പോർട്ടാണ് ഗോകുലിന് ആവശ്യം അല്ലേ? നിങ്ങളുടെ സപ്പോർട്ടാണ്. ഗോകുൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് മുന്നിലേക്ക് വരും, അതിന് ഷുവറാണ്. അപ്പോൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം. ഗോകുലിനെ കട്ട സപ്പോർട്ട് ചെയ്യണം. പോരെ? കട്ട സപ്പോർട്ട് ചെയ്യണം. പിന്നെ എൻ്റെ ഫോട്ടോ വരച്ചു എന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. അതിന് ഒരുപാട് നന്ദിയുണ്ട് ഗോകുലെ. അപ്പോൾ ഇത്രയും ദൂരത്ത് നിന്ന് നീ ഗോകുലിനെ കാണാൻ ഓടി എത്താൻ പറ്റി. അപ്പോൾ അതിനും ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു. താങ്ക് യു ഗോകുൽ. ഇനി നല്ല നല്ല പടങ്ങൾ വരയ്ക്കട്ടെ. ഇനി ഞാൻ വീഡിയോ ചെയ്യും ഗോകുലിൻ്റെ നല്ല പടങ്ങൾ ഇനിയും വരയ്ക്കാനാകട്ടെ. കളിയാക്കുന്നവരോട് പോകാൻ പറ. ഗോകുലിൻ്റെ വഴിക്കാണ് നീക്കുമല്ലോ കേട്ടോ? ഓക്കെ എന്നാൽ.